എവിടെയാണ് ലാസ്റ്റ് എടുത്തത്? ഗുഡ് ഈവനിങ് ടു ആൾ ഓഫ് യു. Good evening, sir. The last topic that we discussed. Oral communication. Oral communication, yeah. So we have been discussing about the two types of communication. That means Oral verbal communication. Verbal communication divided into two: one oral communication, another written communication. രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് രണ്ടും വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. വെർബൽ മീൻ ബൈ മീൻസ് ഓഫ് സൗണ്ട്, ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ divided into two sections. One is called oral and another is called written communication. അപ്പം എന്തുകൊണ്ടാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ റിട്ടൺ കമ്മ്യൂണിക്കേഷനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം that we have been discussed എന്നുള്ളതാണ്. പിന്നെ ആ വീഡിയോ ഓൺ ആക്കേണ്ടവർ മാത്രം ഓൺ ആക്കിയാൽ മതി കേട്ടോ, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണ്ടവർക്ക് മാത്രം ഓൺ ആക്കിയാൽ മതി. യു സബ്മിറ്റഡ് എ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് മീ ദാറ്റ് ഐ റിട്ടേൺ ദിസ് ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഗെറ്റിംഗ് എ കംപ്ലൈന്റ്. സോ ഞാൻ അങ്ങനെ കർക്കശായിട്ടൊന്നും വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞില്ല. പിന്നെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അവിടെ ഇവിടെ പോകുന്നുണ്ടോ എന്റെ ക്ലാസ്സിൽ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സോ അല്ലാണ്ട് അതും പറയാറുണ്ട്, പേഴ്സണൽ എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഓഫ് ആക്കാം പറയാറില്ലേ, കുട്ടികളിലൊരു ഓഫ് ആക്കാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ആരാണ് അങ്ങനെ പറഞ്ഞത് എങ്കിൽ കംപ്ലൈന്റ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് യുവർ ബെനിഫിറ്റ് ഐ ആം അലോയിങ് യു ടു ക്ലോസ് യുവർ വീഡിയോസ്. ബട്ട് ആസ് എ custom, I have been handling classes for many students. So no compulsion on my side. So those who are willing can be on your videos. Others can hide your videos. Okay. അപ്പൊ ഇങ്ങനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതില് ഈ ഓറൽ കമ്മ്യൂണിക്കേഷന്റെ എംഫസിസ് എന്താണെന്നുള്ളത് എടുത്തിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഒരു 5 points. ഇല്ല, പോയിന്റ്സ് അല്ല, ഡിഫൈൻ പറഞ്ഞു. ഓറൽ കമ്മ്യൂണിക്കേഷന്റെ 5 പോയിന്റുകൾ ഡിസ്കസ് ചെയ്തോ? ചെയ്തില്ലേ? പോയിന്റ്സ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നെക്സ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷനും പറഞ്ഞതാ. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തല്ലേ? 5 പോയിന്റ് ഡിസ്കസ് ചെയ്തല്ലേ? അപ്പൊ ഇനി അടുത്ത റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇതില് വെർബൽ നിങ്ങൾ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. വെർബൽ മീൻ ബൈ വോയിസ് എന്നാണ്. വാക്കാൽ, സ്വരങ്ങളാൽ, ശബ്ദങ്ങളാലുള്ള
കമ്മ്യൂണിക്കേഷൻ ആണ് 2 കാറ്റഗറി ആയിട്ട് വിഭജിക്കപ്പെട്ടുള്ളത്. അതില് വാമൊഴിക്ക് എന്തുകൊണ്ടാണ് വരമൊഴിയേക്കാൾ പ്രാധാന്യം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ടെസ്റ്റിൽ വളരെ ബ്രീഫ് ആയിട്ടേ ഉള്ളൂ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പേര് എത്രയേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. സോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പെർമനന്റ് റെക്കോർഡ്. എന്താ വാമൊഴിയായി പറയുന്നത് എപ്പോഴും നമുക്ക് എന്താവില്ല, ഒരു ഡോക്യുമെന്ററി എവിഡന്റ് ആവില്ലല്ലോ. ആവുമോ? ഇല്ല, ഒരിക്കലും ഡോക്യുമെന്ററി എവിഡന്റ് ആവില്ല. വായ കൊണ്ട് പറഞ്ഞാൽ അതിനെ കോടതി ഒന്നും അംഗീകരിക്കില്ല. പക്ഷെ പണ്ട് കാലത്തൊക്കെ ഓറൽ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഓറൽ കമ്മ്യൂണിക്കേഷന് വലിയ എംഫസൈസ് അല്ല, എല്ലാം എവറിത്തിങ് ഈസ് ടു ബി റിട്ടൺ, എവറിത്തിങ് ഈസ് ടു ബി റിട്ടൺ എന്നാണല്ലോ നമ്മൾ പറയാറ്. എല്ലാം ലിഖിതമാക്കണം എന്നാണ് നമ്മൾ പറയാറ്. അപ്പോ അവിടെ നിർബന്ധമൊന്നുമില്ല അത് റിട്ടൺ ആക്കണമെന്ന്. സോ ഇവിടെ പക്ഷെ ഇന്ന് പ്രിഫറബിളി നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും അഭികാമ്യം, എന്തും ഏതും. കാരണം വാക്കെപ്പോഴും മാറ്റാലോ, വാമൊഴിയാകില്ല. ഏത് കോടതിയിൽ ചെന്നാലും എവിഡൻസ് ആണ് ചോദിക്കുക. അപ്പൊ നിങ്ങളൊരു വില്ലേജിൽ നികുതി അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പല ഡോക്യുമെന്റ് എവിടെയെങ്കിലും നികുതി ചീട്ട് ഹാജരാക്കാൻ പറയും, അല്ലേ? ഇപ്പോ നമ്മുടെ ആധാർ കാർഡ് ആണെങ്കിലും ബാങ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പൊ നമ്മള് ആ ഓഫീസില് ഞാൻ നികുതി അടച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? ഇല്ല. നികുതി അടച്ചതിന്റെ റിട്ടൺ എവിഡന്റ് കൊടുത്താലേ അവർ അംഗീകരിക്കുള്ളൂ. അപ്പം റീസെന്റ് എവറിത്തിങ് ഈസ് ടു ബി റിട്ടൺ. അപ്പൊ റിട്ടൺ ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പെർമനന്റ് റെക്കോർഡാണ്. അപ്പൊ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥിരമായ രേഖയാണ്, പെർമനന്റ് ആയ റെക്കോർഡാണ്. എ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്. എന്താ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സമുന്നയമാണ് അക്ഷരങ്ങളുടെ, അല്ലെ, അല്ലെങ്കിൽ ന്യൂമറൽസ്, അക്കങ്ങളുടെ. അക്ഷരങ്ങളുടെയോ അക്കങ്ങളുടെയോ അതാണ് വരമൊഴി എന്നതിന് പറയാൻ കാരണം. വരകളെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പാ എന്ന അക്ഷരം എഴുതുകയാണെങ്കിലും അതൊരു വരയാണ് എന്നുള്ളത്. അപ്പം കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് റെപ്രസെന്റ്, അത് പ്രദാനം ചെയ്യുന്നു ദ കണ്ടന്റ് ഓഫ് വെർബൽ ലാംഗ്വേജ്. മുകളിലത്തെ വെർബൽ ലാംഗ്വേജിന്റെ ഉള്ളടക്കം രേഖയായി വെച്ചാൽ അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയി. സോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇസ് എ പെർമനന്റ് representation of verbal language. This is a permanent representation of what? Verbal language. നമ്മൾ കുറിച്ചിട്ടോ, written communication is a permanent representation. Written communication is a permanent representation of verbal languages. Verbal language. Okay. Then സാർ ക്ലാസ് കേൾക്കാൻ പറ്റില്ല, മ്യൂട്ടാണ്. sorry.
അതെ, ഒരു കാള് വന്നപ്പോ ഞാൻ ഓഫ് ആക്കിയ. ശരി, അപ്പം റിട്ടേൺ ഇപ്പൊ കേൾക്കുന്നില്ലേ? Now you could- Yes, sir. Yes. ശ്രദ്ധിക്കാം. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ അങ്ങേയറ്റം അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്, പരമപ്രധാനമാണ്. ഇവിടെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ വേറെ ഉണ്ട്, അത് ഇതിൽ ഇല്ലാന്നുള്ളൂ. ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാൾ പരമപ്രധാനം റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഇസ് എ ബ്രീഫ് ഡിസ്കഷൻ ഓൺലി അബൌട്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അല്പം കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരുള്ളൂ, പക്ഷെ ഡീറ്റെയിൽ സ്റ്റഡി വരുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ തന്നെ പറയുന്നുണ്ട് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന്, പരമപ്രധാനമാണ്. അവിടെ കൂട്ടി വായിക്കണം ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാൾ പരമപ്രധാനമാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. വൈ? ബിക്കോസ് all verbal language അല്ലെങ്കിൽ it is an authentication or it is an authentic evidence, because it is an authentic evidence of all verbal communication. ആധികാരികമായ തെളിവാണ്. So all verbal languages is to be represented by using written. All important verbal languages nowadays are to be expressed. So it is an authentic evidence, a documentary evidence. Documentary evidence ആണ്. So it is a documentary evidence. So why it is very important. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമാണ്. Is utmost importance especially in professional organization. അത് ഉണ്ടോ, പ്രത്യേകിച്ച് ഔദ്യോഗിക ഓർഗനൈസേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇത് നോട്ട് ഫോർമൽ, സോറി, ഫോർ ഫോർമൽ ബട്ട് നോട്ട് ഫോർ ഇൻഫോർമൽ. ഇൻഫോർമലിന് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പ്രാധാന്യമല്ല, ബട്ട് ഫോർ ഫോർമൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഔപചാരികം, അനൗപചാരികം എന്നാണ്. അപ്പം ഈ ഔപചാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം, അല്ലെ? എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ എഴുതി വെക്കണം. നോക്കൂ, നമ്മുടെ സിവിൽ കോഡ്, ക്രിമിനൽ കോഡ്, 2 ലോ കോഡാണല്ലോ നമുക്കുള്ളത്, അല്ലേ? കോടതിയിൽ ക്രിമിനൽ കോഡെന്നും സിവിൽ കോഡെന്നും 2 കോഡുണ്ട്. ഇഫ് യു ഗോ ടു എനി അഡ്വക്കേറ്റ്സ് ഓഫീസ് റൂം, നിങ്ങൾ ഏതെങ്കിലും അഡ്വക്കേറ്റ് ഓഫീസ് റൂമിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടാവും ലോ കോഡ് ബുക്കുകൾ. ഒത്തിരി ബുക്കുകൾ കണ്ടില്ലേ? ഒരുപാട് ബുക്കുകൾ ഉണ്ടാവും. അതൊക്കെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. എന്തിന്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് 2 പീനൽ കോഡുകളാണ്, അല്ലെങ്കിൽ 2 നിയമസംഹിതയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്, ഉണ്ടാക്കി വെച്ചത്. ആക്ച്വലി വി ആർ ജസ്റ്റ് ഫോളോവിങ് വാട്ട് ബ്രിട്ടൻ ഈസ് ഗിവൺ ടു us, or what Britain was given to us. നമുക്ക് നമ്മുടെ പൂർവ്വമീമാംസകളല്ല ഇപ്പോൾ ഉള്ളത്. ശ്രദ്ധിച്ചാലേ ഞാൻ പറഞ്ഞൊക്കെ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Then you have to understand and to concentrate in the class very clearly, then only you can understand. See? So പൂർവ്വമീമാംസ മലയാളമാണോ എൻ്റെ ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല. In ancient literature അല്ലെങ്കിൽ ancient law code നമുക്ക് മനുസ്മൃതി ഒക്കെ ആയിരുന്നു നമ്മുടെ നിയമസംഹിത. എന്നാല് അന്ന് രാജഭരണമായിരുന്നു. അപ്പൊ ഈ രാജഭരണം കാലത്ത് നിയമങ്ങളൊക്കെ അതാത് രാജകൊട്ടാരത്തിലെ രാജാക്കന്മാര് കൽപ്പിതമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യ തന്നെ just before we getting freedom there are 840 kingdoms ആകും. അതുകൊണ്ട് ഒരു
840ഓളം സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളത് യൂണിയൻ റിപ്പബ്ലിക് ആക്കി മാറ്റിയത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓരോ നാട്ടുരാജ്യങ്ങളും യൂണിയനായി ലയിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഏത് വർഷം നീതു, ഏത് വർഷമാണ് റിപ്പബ്ലിക് ആയത്? അറിയില്ല അല്ലെ? ഇന്ത്യ ഡിക്ലെയർഡ് ആസ് എ ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് ഓഫ് യൂണിയൻ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് 1900. കഷ്ടമുണ്ടോ നിങ്ങളെ കാര്യം? ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറിയത് ഏത് വർഷമാണ്? 1947. 1947. അത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ, റിപ്പബ്ലിക് ആയിട്ടില്ല. ഇനിയെങ്കിലും റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ട്, അന്നെങ്കിലും ഒന്ന് ചിന്തിക്കുക കേട്ടോ. നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ഡേ, എന്നാ പിന്നെ റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേയും വേറെ വേറെ വേണ്ടല്ലോ നമുക്ക്. റിപ്പബ്ലിക് ഡേ 1950 നവംബർ ഡാഷ് ഡേറ്റിലാണ്. കണ്ടെത്ത്, നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ. ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഈവൻ ദോ വി ഗോട്ട് ഫ്രീഡം, നമുക്കൊരു നമ്മുടേതായ നിയമസംഹിതയിലേക്ക് വന്ന് ഒരു ഭരണഘടന അംഗീകരിച്ചത് 47-ലൊന്നും അംഗീകരിച്ചിട്ടില്ല. പിന്നെയാണ് റിപ്പബ്ലിക് ഡേ ആയതിന്റെ ശേഷമാണ് നമ്മൾ ഭരണഘടനയും ദേശീയ ഗാനവും ഒക്കെ ക്രോഡീകരിച്ചത്. അങ്ങനെ ഒരു റിപ്പബ്ലിക് ഓഫ് യൂണിയൻ എന്നാണ്. പല യൂണിയനുകളുടെയും അതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ രാജാക്കന്മാർ വന്ന് ഈ യൂണിയനിൽ ലയിച്ചു. അങ്ങനെ ലയിച്ചാൽ ആ നാട്ടുരാജ്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ തൊട്ട് മുമ്പേ ഒരു 840 എന്റെ ഓർമ്മ, അത്രയും നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രാജ്യങ്ങൾ ഓരോന്നോരോന്ന് ഡിസോൾവ് ചെയ്ത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ടു. അങ്ങനെ പോന്ന് അവസാനം ചേരാതെ നിന്നിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, കുടീസെ ഊദൻ. എല്ലാ രാജാക്കന്മാരും ഇപ്പൊ മൈസൂർ കൊട്ടാരമൊക്കെ കണ്ടില്ലേ, അതൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. മൈസൂർ രാജാവ്, ഓരോ നാട്ടുരാജ്യം, നമ്മളെ തന്നെ സാമൂതിരി രാജാവ്, കാലിക്കറ്റ്, കോഴിക്കോട് സാമൂതിരി രാജാവ്, അതൊക്കെ ലയിക്കപ്പെട്ടതാണ് യൂണിയനിൽ. അങ്ങനെ പോന്ന് ഞാൻ ലയിക്കില്ല എന്ന് പറഞ്ഞു നിന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അതറിയോ? കുടീസെ ഒന്നും അറിയില്ലേ? കറക്റ്റാണ്. നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണ്ടേ? എന്താണ് ഇന്ത്യൻ റിപ്പബ്ലിക്, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? സാറേ അതൊന്നും അറിയണ്ട, നമുക്ക് മാമുണ്ടാവും തുടങ്ങിയാൽ മാത്രമല്ലേ. ഓക്കെ, ഏതായാലും അവസാനം ലയിച്ച രാജാവാണ് കാശ്മീർ രാജാവ്, ജമ്മു കാശ്മീർ. അതുകൊണ്ടാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക നിയമമായിരുന്നു നെഹ്റു അലോട്ട് ചെയ്ത്. ഇന്ത്യയിൽ ഏത് നിയമം പാസ്സാക്കുമ്പോഴും എക്സെപ്റ്റ് ജമ്മു കാശ്മീർ എന്നാ പറയുന്നത്. എന്താ, ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. കാരണം എന്താ, റിപ്പബ്ലിക് ഡേ ആയി പ്രഖ്യാപിച്ച സമയത്ത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ദേശീയ ഗാനമായിരുന്നു നമ്മുടെ ജനഗണനയല്ല. പിന്നെ ഇപ്പോ നരേന്ദ്രമോദിയാണ് ഇപ്പൊ അത് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞ് പ്രത്യേക പദവി ഒഴിവാക്കിയിട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് പരിപൂർണമായിട്ട്, നമ്മളൊരു നിയമം അവർക്ക് ബാധകമല്ലായിരുന്നു, എന്നാൽ ഇന്ത്യയുടെ ഭാഗവുമാണ്. കാരണം അവർ നിയമസംഹിത അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആ സിവിൽ കോഡ് നിയമം. മാത്രമല്ല, കാശ്മീരിൽ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ കേരളത്തിൽ വന്ന് കല്യാണം കേട്ടാം. പക്ഷെ ഞാൻ പോയിട്ട് കാശ്മീരിൽ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. കാശ്മീരുകാർക്ക് ഇവിടെ വന്ന് ഭൂമി വാങ്ങാം, പക്ഷെ നമുക്ക് അവിടെ പോയി വാങ്ങാൻ പറ്റില്ലായിരുന്നു. അതാണ് ഏത് നിയമം എഴുതുമ്പോഴും കോടതിയിൽ ഒരു ഭാഷയുണ്ട്, എക്സെപ്റ്റ് ജമ്മു കാശ്മീർ എന്ന്. ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളും. ഇപ്പൊ പറ്റില്ല, ഇപ്പൊ അത് ഇന്ത്യയിലേക്ക് പരിപൂർണമായി ലയിപ്പിക്കപ്പെട്ടു. എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം, ഈ നിയമസംഹിത പണ്ട് ഓരോ നാട്ടുരാജാവിനെയും ഓരോ ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ സ്ക്രീൻ ഓൺ ആക്കി വെക്കാൻ പറഞ്ഞത്. ടൈമൊക്കെ ഞാൻ താൽക്കാലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൈ ഐ റിക്വേർഡ്, എന്തുകൊണ്ടാണ് സ്ക്രീൻ ഓൺ ആക്കി വെക്കാൻ പറഞ്ഞത്. മൈ ഡിയേഴ്സ്, ഇഫ് യു ആർ ഇൻ ദ ക്ലാസ്, ഇപ്പൊ ഒരു കുട്ടി എടുത്തിരിക്കുന്നു, ഞാൻ പറഞ്ഞ സ്ക്രീൻ ഓഫ് ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര്, മറ്റത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, ഇന്ന കാരണം കൊണ്ട് ഓഫ് ആക്കണം എന്ന്. അപ്പോ അത് ഓഫ് ആക്കണേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല.
ചിലർ ഇവിടെ ക്ലാസ് ഇരുന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഇങ്ങനെ നോക്കുന്നവരാ. അത് സ്റ്റുഡൻസ് ഭാഗത്തിന് ചോദിച്ചല്ലാന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞതും. മനസ്സിലായല്ലോ? ജസ്റ്റ് ബൈ ജോയിൻ ദ ക്ലാസ് യു ആർ ലുക്കിംഗ് ഹിയർ ദർ. നമ്മുടെ ക്ലാസ് ടൈം ഒക്കെ തരുന്നത് 8 തൊട്ട് 9 മണി വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ടൈമിലേക്ക് അപ്പോഴേ അത് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ പരിപൂർണ്ണ കോൺസെൻട്രേഷൻ റിക്വയർഡ് ആണ്. ഡുവൽ കോൺസെൻട്രേഷൻ ഈസ് നോട്ട് പോസിബിൾ. എന്താ ഡുവൽ എന്ന് പറഞ്ഞാൽ 2. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡുവൽ കോൺവെർസേഷൻ ഈസ് നോട്ട്. സോ ഇഫ് യു ഹാവ് എനി പേഴ്സണൽ പ്രോബ്ലം യു കാൻ ഓഫ് സ്ക്രീൻ. ഐ ടോൾഡ് യു ആൾറെഡി. അപ്പം എന്താ പറഞ്ഞേ? ഞാൻ അതുകൊണ്ടൊന്നല്ല പറഞ്ഞത്, നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ടാച്ചിട്ടാണ് ഓപ്പാക്കാൻ പറഞ്ഞത്. ഞാൻ ആരെയും മൈൻഡ് ചെയ്യാത്ത ആളാണ്. അപ്പം അവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് ആ ഡിഫക്റ്റ് ഇവിടെ ക്ലാസ്സിൽ. ഇപ്പൊ നിങ്ങൾ ഞാനൊരു ഒരു ലിങ്ക് തരാൻ, എന്റെ 400 പിള്ളേരുണ്ട് ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ. എത്ര ഡിസിപ്ലിൻ അച്ചടക്കത്തിലായിരിക്കും കാണിച്ചു തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരാം, ചേർന്ന്. അപ്പം അതൊരു ക്ലാസ്സാണ്. ഇത് കുറച്ച് പിള്ളേരല്ലേ ഉള്ളൂ. അപ്പൊ നോക്കൂ, അപ്പൊ ഇവിടെ അപ്പൊ നമ്മുടെ സിവിൽ കോഡും ക്രിമിനൽ കോഡും ഒക്കെ ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടാവും. ലോ ബുക്ക്, സിവിൽ കുറ്റം ചെയ്താൽ സിവിൽ എങ്ങനെയാണ് അത് നോക്കിയിട്ടാ പിന്നീട് എല്ലാ അഡ്വക്കേറ്റും കേസ് വാദിക്കുക. പഞ്ചാബില് 1987 ഇതേ സമാന കേസ് നടന്നിട്ടുണ്ട്. ആ കേസിന്റെ വിധികൾ ഇങ്ങനെയാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞ് അത് എടുത്തിട്ട് ഇപ്പൊ അതേപോലത്തെ സമാന കേസ് വരുമ്പോ ഈ വക്കീല് ചൂണ്ടിക്കാണിക്കും. അപ്പൊ അതെന്താണ്? അത് ഡോക്യുമെന്ററി എവിഡൻസ് അല്ലേ? അത് റിട്ടേൺ ആക്കി വെച്ചത് കൊണ്ടല്ലേ? ഞാനത് പറയാനാണ് ഇല്ലാതെ പോണത്. അത് റിട്ടേൺ ആക്കി വെച്ചത് കൊണ്ടല്ലേ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നൊരു വാക്കോട് ഉപയോഗിച്ചത്? മനസ്സിലായല്ലോ? ഏറ്റവും പരമപ്രധാനമായ പ്രാധാന്യമാണ് ഓറൽ കമ്മ്യൂണിക്കേഷന് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് മീൻസ് written communication is the representation of all the documentary evidences referred herein. Otherwise, there will be no proof. Nowadays we want proof for everything. In എല്ലാത്തിനും proof ആണ് വേണ്ടത്. Understand? So, written communication is the utmost important, especially പ്രത്യേകിച്ച് in professional organization. പ്രത്യേകിച്ച് അവിടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫോർമൽ എന്നും ഇൻഫോർമൽ എന്നും, ഔദ്യോഗികം എന്നും അനൗദ്യോഗികം എന്നും ഉണ്ട് രണ്ട്. അല്ലേ? പ്രൊഫഷണൽ മീൻ ബൈ ഫോർമൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് വരുന്ന എല്ലാ ഇതും ഓർഡേഴ്സുകളും ഒക്കെ എന്തിനാ വരിക? റിട്ടേൺ ആയിരിക്കും. കളക്ടറേറ്റിലേക്ക് വരിക. കളക്ടറുടെ അടുത്തേക്ക് വരുന്നതൊക്കെ ഓറൽ ഇന്ന് അവിടുത്തെ സെക്രട്ടറിക്ക് വിളിച്ചു കളക്ടറോട് പറഞ്ഞാൽ പോരാ. അപ്പം അത് ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ആണ്, ഫെഡറൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചാലും നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും ടോപ്പ് നിന്ന് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ താഴെയുള്ളതിലേക്ക് വന്നെങ്കിൽ മാത്രമേ ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻ പ്രാക്ടീസ്. അതല്ലെങ്കിൽ പുട്ട് ഇൻ പ്രാക്ടീസ് ആവില്ല. മനസ്സിലല്ലോ? അപ്പൊ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഇൻ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കുറിച്ച്. വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ് എന്നൊന്നും ഇതിലില്ല. വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് കുറച്ചത്. ഓക്കെ, വിട്ടേക്കും. അപ്പോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് മക്കളെ? 2. ഏതൊക്കെയാണ്? ഒന്ന് ഓറലും ഇനി നിങ്ങൾ വീണ്ടും മോളത്തെടുക്കണം വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ, ടെക്സ്റ്റ് മൊത്തം ഡിസോർഡറാണ്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് 1 അവിടെ ഏറ്റവും മുകളിലുള്ളത്. ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏത്? ഓറൽ എന്നും. അപ്പൊ പിന്നെ രണ്ടാമത്തെയാണ് ഇനി വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ 2 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ആദ്യം വെർബൽ എന്നുള്ളത് 1 ടൈപ്പ് ചെയ്തിട്ടൊക്കെ അറിയില്ല, കാരണം ഇതിനകത്ത് ഇല്ലതാ. കണ്ടോ? ഇതിലൊരു ചെറിയ കാഴ്ചയുള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾ 1 ഇടണം.
എന്നാലേ ഈ രണ്ടിന് അർത്ഥം കിട്ടുള്ളൂ. അല്ലാണ്ട് പറഞ്ഞു വെച്ചാണ്ടോ വെർബൽ കമ്മ്യൂണിക്കേഷൻ നേരെ എന്നുള്ളതിനോടത്ത് നിങ്ങൾ ഒന്ന് നിർണം. എന്നാലേ ഏറ്റവും അടിയിലുള്ള ഭാഗത്തില് എന്ത് പറയാൻ പറ്റുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിന്റെ അർത്ഥം സയൻസ് ചെയ്യുക? എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വാക്ക്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ? പ്ലീസ് അൻസിയുടെ ചോദിച്ചത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Shaima, what do you mean by verbal communication? It's the expression of ideas, help of with the help. It is the ideas of sound. It is the help of sounds. Sound. അതാണ് പിടിക്കേണ്ടത്. ശബ്ദവീചികളെ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? അപ്പോ നോൺ വെർബലോ? ശബ്ദവീചി ഇല്ലാതെ, ചുണ്ടനകാൻ പാടില്ല. ശബ്ദമേ ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്താറില്ലേ നമ്മള്? ഉണ്ട്. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. വെരി ഇമ്പോർട്ടന്റ്. യു സീ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? നോൺ വെർബൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് മീൻ ബൈ യൂസിങ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പോസ്റ്റർ, അങ്ങനെയുള്ള ഉപാധികളെ കൊണ്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. നിങ്ങള് വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് ഗോട്ട് ഇൻ യുവർ മൈൻഡ് ഈസ് can be communicated also by using what? By using without using sound. Mute language. Short term നമുക്ക് വേണമെങ്കിൽ പറയാം mute language. നോക്കാം. വാക്കാൽ അല്ലെങ്കിൽ ശബ്ദവീചികളാൽ ഇല്ലാത്ത കമ്മ്യൂണിക്കേഷനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Speech can be made more meaningful with the support of physical expression. Practically, all parts of the body can be used in breathing life into a speech. With the use of body language, the study of how one's head, arm, hand, facial expression get into act when he or she speaks called kinesis. Like kinetics. അപ്പോഴൊപ്പം കിനിസിക്സ്. നോക്കാം. Some new words will be here. Listen. സ്പീച്ച്, സംഭാഷണം. ആദ്യം ടെസ്റ്റിലൂടെ പോകാം, പിന്നെ എക്സ്പ്ലനേഷൻ പറയുന്നു. സ്പീച്ച് ക്യാൻ ബി മെയ്ഡ് മോർ മീനിങ്ഫുൾ. കുറച്ച് ഭാഗം മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധ ക്ലാസ് ഇരുന്നാൽ തന്നെ മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. സ്പീച്ച് ക്യാൻ ബി മെയ്ഡ്, പാസീവ് വോയിസ് ആണ്. സംഭാഷണം ആക്കപ്പെടാം, മോർ മീനിങ്ഫുൾ, ഏറ്റവും അർത്ഥവത്താക്കാം. എങ്ങനെ? വിത്ത് സപ്പോർട്ട്, സഹായത്താൽ, ഓഫ് ഫിസിക്കൽ എക്സ്പ്രഷൻ, ശാരീരിക പ്രകടീകരണം വഴി. ഫിസിക്കൽ മീൻ ഓഫ് ബോഡി, ശരീര അംഗോപാംഗങ്ങൾ കൊണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പാക്കാം. ഫിസിക്കൽ എക്സ്പ്രഷൻ കൊണ്ട്, നോട്ട് ബൈ യൂസിങ് യുവർ മൗത്ത് ഓർ ടങ്. വായോ നാവോ ശബ്ദവിധികളോ അല്ലെങ്കിൽ സൗണ്ട് ബോക്സോ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അർത്ഥവത്തായിട്ട് നിങ്ങൾ എന്ത് ധരിക്കുന്നുവോ അത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റും. യു ക്യാൻ ട്രാൻസ്മിറ്റ് ഓർ യു ക്യാൻ ഇന്റർ എക്സ്ചേഞ്ച് മെനി ഐഡിയാസ് ദാറ്റ് origin from your mind. പ്രാക്ടിക്കലി, പ്രായോഗികമായിട്ട് all parts of body can be used. ഇവിടെ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രാക്ടിക്കലി, പ്രായോഗികമായിട്ട്
All parts of the body, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും can be used, ഉപയോഗിക്കപ്പെടാം. ഒക്കെ പാസീവ് വോയിസ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് പഠിച്ചത് ഇവിടെ വേണ്ടിയിട്ടാണ്. ഈ ലാംഗ്വേജ് ഒക്കെ പാസീവിലാണ് ഉപയോഗിക്കുന്നത്. can എന്ന സഹായക്രിയയുടെ പാസീവാണ് can പ്ലസ് ബി പ്ലസ് പി പി. അപ്പം പ്രാക്ടിക്കലി ആൾ പാർട്സ് ഓഫ് ദ ബോഡി ക്യാൻ ബി യൂസ്ഡ് ഇൻ ബ്രീത്തിങ് ലൈഫ് ഇൻ ടു സ്പീച്ച്. ബ്രീത്തിങ് ലൈഫ് ഇൻ ടു സ്പീച്ച് അത് വളരെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ശ്വസിക്കുന്ന ലൈഫിനെ, ജീവനെ സ്പീച്ചാക്കി മാറ്റുന്നത്. മനസ്സിലായോ? എന്താ ബ്രീത്തിങ് ലൈഫ് ഇൻ ടു സ്പീച്ച് അല്ലേ പരിണമിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്താ നമ്മൾ ശ്വസിക്കുന്ന വായുവാണ് ശബ്ദവിജിയായി വരുന്നത് അല്ലേ? പറഞ്ഞ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുട്ടികൾക്കേ മനസ്സിലാവുള്ളൂ. അതായത് മൂക്കിലൂടെയും വായുവിലൂടെയും കയറുന്ന വായുപ്രവാഹം സൗണ്ട് ബോക്സിലൂടെ, സ്വനപേടകത്തിലൂടെ കയറി അപ്പന്റെ ലോ പിച്ചുകളായിട്ട് ഇൻഡോണേഷനില് ഉയർന്നതും താഴ്ന്നതുമായ സ്വരബീജികളായി ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ബ്രീത്തിങ് ലൈഫാണ്. അതാണ് പിന്നീട് സ്പീച്ചായി മാറുന്നത്. സ്പീച്ചായി മാറുന്നത് പറഞ്ഞാൽ അതാണ് പിന്നീട് സംഭാഷണമായി മാറുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ സംസാരം വരുന്നത് ബ്രീത്തിങ് ലൈഫാണ്. ബ്രീത്തിങ് ലൈഫ് by using only breathing life you can transmit your ideas. But അവിടെ ബ്രീത്തിങ് ലൈഫ് സ്പീച്ച് ആയി മാറുന്ന അങ്ങനെയാണ്. അപ്പോ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാംഗ്വേജ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ആൾറെഡി ബീൻ ഡിസ്കസ്ഡ്. അപ്പം പ്രാക്ടിക്കലി ആൾ പാർട്സ് ഓഫ് ദ ബോഡി ക്യാൻ ബി യൂസ്ഡ് ഇൻ ബ്രീത്തിങ് ലൈഫ് ഇൻ ടു സ്പീച്ച്. ലൈഫ് ഇൻ ടു സ്പീച്ച്. ബ്രീത്തിങ് ലൈഫാണ് സ്പീച്ചായി പരിണമിക്കുന്നത്. മനസ്സിലായോ? ശ്വസിക്കുന്ന അതാണ് ശബ്ദവിദ്യയായി മാറുന്നത്. സപ്പോസ് നിങ്ങള് ഇൻടേക്ക് ആൻഡ് ഔട്ട് എക്സൈലിംഗ്, ഇൻഹെയിലിംഗ് ശ്വാസം എടുക്കുക, പുറത്തേക്ക് തള്ളുക. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് സ്പീച്ചായി മാറുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രീത്ത് ലൈഫ് എന്ന് തന്നെ പറയാൻ കാരണം. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. സോ അവിടെ വിത്ത് ദ യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്. പക്ഷെ ഇത് ചെയ്യുന്നത് ബോഡി ലാംഗ്വേജ് കൊണ്ടാണ്. എന്താ മാക്രോ പാർട്സ്? വാട്ട് ഈസ് യുവർ ബോഡി? ഇഫ് ഐ മേ ആസ്ക് വൺ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ബോഡി? Your body is an aggregate of matter energy. That is what is referred to as the physical body. Physical body can be represented as what? A gross of what? Matter energy. But matter energy are inert. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ദ്രവ്യവും ഊർജവും കൂടി ചേർന്നാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. പക്ഷെ ദ്രവ്യമാകട്ടെ ഊർജമാകട്ടെ അത് രണ്ടും ഇനേർട്ട് ആണ്. ഇൻ ഇംഗ്ലീഷ് there is a word inert, INERT. Inert mean that doesn't have any feeling, emotion. അത് ജഡരൂപമാണ്. That mean those matter energy cannot work by itself. അപ്പൊ നമ്മളെ ഫിസിക്കൽ ബോഡിക്ക് ശബ്ദിക്കാൻ കഴിയുമോ? Is it possible? നിങ്ങളുടെ കയ്യിലെ ശബ്ദിക്കാൻ പറ്റുമോ? Dear students, you have to listen here very keenly. Otherwise, you can't understand what I'm telling. You see, your physical body cannot express any word. Can your hand express any word? No, you cannot. Can your any other part, leg, can express any word? No, you cannot. Can your any other parts of the body can express any word? No, cannot.
So those 5 senses are to be employed by just using another consciousness. So that is represented as a body. Here you have to understand what is by body. നിങ്ങൾക്കൊരു മാക്രോ ഭാഗമുണ്ട്, മൈക്രോ ഭാഗമുണ്ട്. നിങ്ങൾ ക്ലാസ് തന്നെയാണോ? അറിയുന്ന ക്ലാസ്. You have to listen very keenly. Then only you can understand. Your body consisted of 2 parts. One is macro part and another is micro part. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്ന് 2 ഭാഗമുണ്ട് നിങ്ങൾക്ക്. One is called, in economics you may have to study it, what is called macro economics, micro economics. Economics പഠിച്ചവർക്ക് അറിയാം. ഏത് വിഷയത്തിനുണ്ട് മാക്രോ മൈക്രോ, സ്ഥൂലവും സൂക്ഷ്മവും. അപ്പൊ നമ്മുടെ ശരീരം എന്നുള്ളത് സ്ഥൂലമാണ്. ഇറ്റ് ഈസ് മാക്രോ, നോട്ട് മൈക്രോ. മാക്രോ എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, ദാറ്റ് ക്യാൻ ബി seen by using your 5 senses. That can be smelled, or that can be heard, or everything. That is macro. But your micro part could not be seen. Is it possible to see your mind? ഈ ക്ലാസ്സിലിരിക്കുന്ന ആരെങ്കിലും മനസ്സിനെ കണ്ടവരുണ്ടോ? മൈക്രോ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ, ഇവിടെ ഒന്ന് നല്ല സ്ഥിതി, മൈക്രോ ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന അവിടുന്ന് അങ്ങോട്ടുള്ളതാണ്. കോൺഷ്യസ്നസ്, അവസാനം ബോധം. കോൺഷ്യസ്നസ്, കോൺഷ്യസ്നസ്, കോൺഷ്യസ്നസ് ഈസ് എവറിത്തിങ്. ഓർ മൈൻഡ് ഈസ് എവറിത്തിങ്. ഐ ക്യാൻ ബി ബെറ്റ് ആൻഡ് ചലഞ്ച്. കാരണം മനസ്സിനെ ആരും കണ്ടവരില്ല. ഈ കൂട്ടത്തിലിരിക്കുന്നവർ ആരെങ്കിലും മനസ്സിനെ കണ്ടവരുണ്ടോ? ബുദ്ധിയെ കണ്ടവരുണ്ടോ? എനിബഡി? നോ. സെൽഫ് അല്ലെങ്കിൽ ഈഗോയെ കണ്ടവരുണ്ടോ? മനസ്സ്, ബുദ്ധിയുടെ പുറകിൽ സെൽഫാണ് ഈഗോ. എന്താ ഈഗോ? ദാറ്റ് കൻ ബി റെപ്രസെന്റഡ് ബൈ സെൽഫ് ഓർ ഐ. ഞാൻ എന്ന് പറയാറുള്ളത് അല്ലേ? അതാണ് ബുദ്ധിയുടെ പുറകിലുള്ളത്. ഞാനെ കണ്ടവരുണ്ടോ? ആരെങ്കിലും ഞാൻ എന്ന ആളെ കണ്ടിട്ടുണ്ട്? എന്റെ കണ്ടിട്ടുണ്ട്. എന്റെ വീട്, എന്റെ കുട്ടി, എന്റെ ശരീരം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരെയും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടായി മൈക്രോ എന്ന് പറയാൻ കാരണം. കുഡ് നോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. അപ്പോ സെൽഫും കണ്ടിട്ടില്ല. ഐ മൈനസ് 2 ഭാഗമുണ്ട് നിങ്ങൾക്ക്. ഒരു ഐനസും മൈനസും. അപ്പൊ അതില് മൈനസ് എല്ലാരും കണ്ടിട്ടുണ്ട്, ഐനസ് ആരും കണ്ടിട്ടില്ല. ഐനസ് എന്ന് പറഞ്ഞാൽ എന്റെ അല്ലെങ്കിൽ ഞാൻ. ഇനി അപ്പൊ എന്തായി? മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ ആൻഡ് അതിന്റെ പുറകിൽ എന്താണുള്ളത്? കോൺഷ്യസ്നസ്, ബോധം. നിങ്ങൾക്കൊരു ബോധം ഇല്ലേ? ഒരു സെൻസ് ഇല്ലേ? കോമൺ സെൻസ് എന്ന് പറയാറില്ലേ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്താ സെൻസ്? ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് വാട്ട് യു ആർ. നിങ്ങൾക്ക് ഒരു ബോധമണ്ഡലമുണ്ട് കുട്ടികളെ. ആ ബോധമണ്ഡലത്തിന്റെ തൊട്ട് അത് ഫോഴ്സ് ചെയ്യുന്ന ആരെയാണ്? ഞാൻ. ഇനി ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോഴും ആരാ ഉറങ്ങിയത്? ഞാനാണ്. കംപ്ലീറ്റ് ഫിലോസഫി ഐ ആം ടെല്ലിങ് യു. ഞാനാണ് ഉറങ്ങിയത്. പക്ഷെ ഞാൻ ഉറങ്ങി എന്ന് പറയുമ്പോഴും സുഖമായി എന്ന് പറയുമ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരാളവിടെ ഇല്ലേ? ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോഴും ഉറക്കത്തിൽ നിന്ന് അന്യമായിട്ട് നിങ്ങളിൽ ഒരു ഭാഗം നിൽക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? അപ്പോഴല്ലേ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ നിൽക്കുന്ന ശുദ്ധ സ്വരൂപത്തെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോ, ജീവനെന്നോ പ്രാണെന്നോ ആത്മാവെന്നോ എന്ത് വേണമെങ്കിൽ കിട്ടോ, അതാണ് കോൺഷ്യസ്നെസ്. അപ്പൊ ഈ മൈക്രോ പാർട്ടിൽ ഇത്രയും വരുന്നത്, അതിന് ഡീറ്റെയിൽ പഠനം ഞാൻ തരുന്നില്ല. ഒന്ന് മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ, ദെൻ ലാസ്റ്റ് കോൺഷ്യസ്നസ്. ഈ കോൺഷ്യസ്നസിന്റെ വീണ്ടും 2 ഭാഗമുണ്ട്. സുബോധ മനസ്സെന്നും ബോധ മനസ്സെന്നും. കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. അപ്പോ ഇവിടെ ഈ മൈക്രോ പാർട്ടിലാണ്
എല്ലാം ഉണ്ടാവുന്നു. അപ്പൊ ഈ മൈക്രോ പാർട്ട് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല, ഏതിനെയും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല. ബട്ട് അത് ഇല്ല എന്നാണോ? ഇല്ല, ഉണ്ട്. എങ്ങനെ? എക്സ്പീരിയൻസ്. അത് അനുഭവിക്കാനേ പറ്റൂ. ഇറ്റ് ഈസ് ടു ബി എക്സ്പീരിയൻസ്. ബോധമുണ്ടോ ഇല്ലേ എന്നുള്ളത് അനുഭവവേദ്യമാണ്. തെറ്റാണോ ശരിയാണോ എന്ന് ബുദ്ധിയാണ് പറഞ്ഞു തരുന്നത്. തെറ്റാണോ ശരിയായോ എന്ന് പറഞ്ഞു തരുന്നത് ഐഡന്റിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന ആരാ? ബുദ്ധിയുടെ പ്രവർത്തനമാണ്. ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾക്ക് പക തിരിച്ചു തരുന്നത് ആരുടെ പ്രവർത്തനം? ബുദ്ധിയാണ്. രാത്രിയാണോ പകലാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ആരാണ്? ഡിസ്ക്രിമിനേഷൻ. ആൾ ഡിസ്ക്രിമിനേഷൻ ഈസ് മെയ്ഡ് ബൈ ഇന്റലിജൻസ്. നിങ്ങളുടെ ബുദ്ധിമണ്ഡലമാണ് അപ്പ ഇത് പെണ്ണാണോ ആണ്, ഇന്ന് രാത്രിയാണോ പകലാണോ. നോക്കൂ, ബുദ്ധിഭ്രമം സംഭവിച്ചവർക്ക് ഭ്രാന്തന്മാരാണ്. അവർക്ക് പറയാൻ പറ്റുമോ? കാരണം അവിടെ മൈൻഡ് ഡിസോർഡർ ആണ്. ഇപ്പൊ രാത്രിയാണോ പകലാണോ ഒരു ഭ്രാന്തനെ പറയാൻ പറ്റില്ല. ഈ നിൽക്കുന്ന അച്ഛനാണോ അമ്മയാണോ എന്ന് ഭ്രാന്തനെ പറയാൻ പറ്റില്ല. കാരണം അയാളെ ഡിസ്ക്രിമിനേറ്റീവ് പവർ നശിച്ചിട്ടുണ്ട്. അയാളുടെ നിത്യാനിത്യ വിവേകം പ്രവർത്തിക്കുന്നില്ല. അയാളെ ഇന്ദ്രിയങ്ങൾ നൽകുന്ന മെസ്സേജ് മനസ്സ് വരെ വരുള്ളൂ. ഭ്രാന്തന്റെ മനസ്സ് തെറ്റിയ ആളെന്ന് പറയാറില്ല നമ്മള്. എന്താ പറഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തന മേഖലയിലേക്കൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ കാരണം, ബ്രീത്തിങ് ലൈഫ് പരിണമിച്ച് ലാംഗ്വേജിലേക്ക് പോകും, സ്പീച്ച് ആയി മാറും. അത് ആ രീതിയിലൂടെ മാത്രം ശബ്ദവീജി പുറത്തേക്ക് വരണമെങ്കിലും ദ യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ് ആവശ്യമാണ്. എന്താ? അപ്പൊ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരത്തിന്റെ അംഗോപാംഗങ്ങളുടെ ആവശ്യം എന്താ? അതും സഹായിക്കുന്നുണ്ട് നിങ്ങളെ മൈക്രോ പാർട്ടിനെ. മാക്രോ പാർട്ട് ആർ ഹെൽപ്പിംഗ് ദ മൈക്രോ പാർട്സ്. ഇത് പറയാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അതായത് നിങ്ങളുടെ മൈക്രോ പാർട്സിനെ സഹായിക്കുകയാണ് ബോഡി ലാംഗ്വേജ്. അപ്പൊ ഒരു റെസ്റ്റ് കൊടുക്കും. ഏത്? ശരീരാംഗോഭാഗങ്ങളെ കൊണ്ട് നിങ്ങൾ ആശയവിനിമയം ചെയ്യുമ്പോൾ. ചില ജ്ഞാനികള് എന്നെയൊക്കെ പഠിപ്പിച്ച വലിയ വലിയ സ്കോളേഴ്സ് ഉണ്ട്. ഞാൻ പഠിച്ച എന്തോ ആ ഗുരുനാഥന്മാരൊന്നും, it's a matter of luck that I got many renowned personalities. കുറെ റിനോണ്ട് ആയ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ പോയി പലതും പഠിക്കാനും കേൾക്കാനും ഒക്കെ ഒരു യോഗ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് ടീച്ചേഴ്സ്. എന്തോ അറിയില്ല, ദൈവ സഹായം കൊണ്ട്. നമ്മളിപ്പോ ടീച്ചർമാരെല്ലാവരും നമുക്ക് നല്ലവരായി കിട്ടിക്കണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ദൈവകടാക്ഷം കൊണ്ടായിരിക്കാം ചില വലിയ ടീച്ചർമാരുടെ ഗുരുനാഥന്മാരെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ സംസാരിക്കില്ല നമ്മളോട് അധികമൊന്നും. അതാണ് ഇതുള്ളത്. അധികം സംസാരിക്കില്ല. ബട്ട് ജസ്റ്റ് ബൈ ലുക്ക്, അവരുടെ നോട്ടം കൊണ്ട് തന്നെ അവരെന്തൊക്കെയാ പറഞ്ഞു തരിക എന്നറിയോ? അതാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോട്ടം, ഇരിപ്പ്, നടപ്പ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവം, ഇതൊക്കെ ഏതാണ്? ബോഡി കൊണ്ട് സംസാരിക്കണം അവര്. ഇപ്പൊ ഞാനൊരു കൂടെ 100 വയസ്സ് കഴിഞ്ഞ ഒരു ഗുരുനാഥന്റെ അടുത്ത് പോകാറുണ്ട്. എബോ 100 ആണ്. ഇപ്പോഴും പോകാറുണ്ട്. ഒരിക്കലും ചെന്നപ്പോൾ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മിക്കവാറോ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊല്ലത്തിൽ 6 മാസത്തിൽ ഇടയ്ക്കെങ്കിലും, കുറച്ച് ദൂരെയാണ്, എന്നാലും ഞാൻ പോകും. അത് ഒരിക്കലും ചെന്നപ്പോ അദ്ദേഹം നമ്മളെ കുറെ നേരം ഇങ്ങനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. Didn't express a single word. But just by look from that face, I could understand or judge that one thing. Why? There is a gap. അദ്ദേഹം പറയുന്നുണ്ട്, എവിടെയായിരുന്നു ഇത്രയും കാലം? എന്താ ഇത്രയും ലോങ് ആയ ഗ്യാപ്പ് വരാൻ കാരണം? നമ്മളെ കണ്ടുമുട്ടാൻ പറയുന്നുണ്ട്, പക്ഷെ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ അയാളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് ബോഡി ലാംഗ്വേജ്. ശരീരം കൊണ്ട് പ്രകടീകരിക്കപ്പെടുന്ന
ലാംഗ്വേജ്. ചില ഭാര്യമാരൊക്കെ ഭർത്താവിനെ ഇങ്ങനെ ജസ്റ്റ് ഒരു നോട്ടേ നോക്കുള്ളൂ, അപ്പോഴേക്ക് ഭർത്താവിനെ കിട്ടുന്നതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഒന്നും സംസാരിക്കില്ല ചില ഭർത്താക്കന്മാർ, അല്ലെ? ചില ഭാര്യമാര്, ചില ഭർത്താക്കന്മാരും ഒന്നും മിണ്ടില്ല. ആ, ഒരു നോട്ടം മതി, അതിൽ എല്ലാം ഉണ്ട്, ഇല്ലേ? ഇനി ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ പട്ടിക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു, ഡോഗില്ലേ നായകൾ. ആ, അത് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞാണ്, ഗ്രേറ്റ് സ്കോളർ, വലിയൊരു പണ്ഡിതനാണ് ചട്ടമ്പി സ്വാമി. അയാൾക്ക് ജന്മദിന ഹോളിഡേ ആണ് കേരളത്തിൽ. അപ്പം ചട്ടമ്പി സ്വാമികൾ എപ്പോഴും പറയും, നായക്ക് എന്തെങ്കിലും തിന്നാട്ട് കൊടുത്തിട്ട് ആ നായ ആ ബിസ്ക്കറ്റ് തിന്നിട്ട് പോണ സമയത്ത് നമ്മുടെ മുഖത്തേക്ക് ഒരു നോട്ടമുണ്ട്, എന്നിട്ട് അതിന് വാലം നാട്ടും. നായ വല്ല ശബ്ദവിധിയും പറഞ്ഞോ? ഇല്ല. നായ പറഞ്ഞു പോകുന്നുണ്ട് ലാംഗ്വേജ്, അത് നോൺ വെർബലാണ്. ചട്ടമ്പി സ്വാമികൾ പറയാ, നോട്ടം മതി നമുക്ക് കടാക്ഷായിട്ട്. മെനി മെനി താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ബിസ്ക്കറ്റ് എന്നാണ് നായ പറയുന്നത്. നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു കണക്കിന് കൂടുതലുള്ളത്. വിത്ത് യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ് ആണ്. നോക്കൂ, ദ സ്റ്റഡി ഓഫ്, അപ്പൊ ഇത് എന്ത് പഠനമാണ്? ദ സ്റ്റഡി പഠനമാണ്. എന്ത് പഠനം? ഓഫ് ഹൗ, എങ്ങനെയാണ്, വൺസ് ഹെഡ്, ഒരാളെ തല എങ്ങനെയാണ്. തല എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാ? തല പിടിക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലായല്ലോ? അത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ടാഗോർ ഗീതാഞ്ജലി പറയുന്നുണ്ട്, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന്. എവിടെ ശീർഷം സമുന്നതം എന്ന് പാടിയ ഗീതാഞ്ജലിയിൽ, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, എവിടെയാണോ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നെങ്കിൽ ആ ഉയർത്തിപ്പിടിച്ച തലയിലൂടെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും അയാൾ കേവനാണ്, ഗംഭീരനാണ്. ചില ആൾക്കാരല്ലേ തല മുഖത്തേക്കേ നോക്കില്ല, നേരെ നോക്കില്ല, അത് കള്ള ലക്ഷണമാണ്, ധൈര്യക്കുറവിന്റെ ലക്ഷണമാണ്. അപ്പൊ ഒരാളുടെ തല എങ്ങനെ പിടിക്കുന്നു? ഒരാളുടെ കൈ എങ്ങനെയാണ്? എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് എങ്ങനെയാണ്? പിന്നെയോ ഹാൻഡ് എങ്ങനെയാണ്? ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവം എങ്ങനെയാണ്? പറയും വേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാണ്ട് ഓരോന്നും ഇതോരോന്നും ഇപ്പൊ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഫേഷ്യൽ എക്സ്പ്രഷൻ ഞാൻ കുറച്ച് മുമ്പേത്തെ ക്ലാസ് പറഞ്ഞു, എ ലോട്ട് ഈസ് ടു ബി ഡിസ്കസ്, ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരുപാട് വൈജ്ഞാനിക കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ ഫേഷ്യൽ മുഖഭാവം എക്സ്പ്രഷൻ ഗെറ്റ് ഇൻ ടു എങ്ങനെയാണ് രൂപാന്തരം വരുന്നത്? വെൻ എപ്പോ ഹി അവൻ അല്ലെങ്കിൽ ഷീ, എപ്പോഴും സംസാരിക്കുന്നത് ഒരാണോ പെണ്ണോ ആയിരിക്കും അല്ലേ, അതുകൊണ്ടാണ് ഈ ബാർട്ട് ഹീ ഇട്ടത് അല്ലെങ്കിൽ ഷീ ബാർട്ട് ഹീ ഇട്ടത്. ഹി ഓർ ഷീ സ്പീക്ക്, സംസാരിക്കുന്നത്, ഈസ് കാൾഡ്, വിളിക്കപ്പെടുന്നു. ഇതൊക്കെ പാസീവ് വോയിസ് ആണ്, കാരണം ഇത് ഇംഗ്ലീഷുകാരുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഇംഗ്ലീഷുകാർ ഏത് ഉപയോഗിക്കുള്ളൂ? രണ്ട് വോയിസിലെ പാസീവ് വോയിസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുള്ളൂ, ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കില്ല. നമ്മൾ ഗ്രാമറിൽ പഠിച്ചതല്ലേ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോ സംസാരിക്കപ്പെടുന്നു, ഷീ സ്പീക്ക്, ഈസ് കാൾഡ്, അതിന് വിളിക്കപ്പെടുന്ന പേരാണ് എന്ത്? കിനിസിക്സ്. വാട്ട് യു മീൻ ബൈ കിനിസിക്സ്? ഒരാള് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് തല പിടിക്കുന്നത്, എങ്ങനെയാണ് കൈ പിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖഭാവം, മുഖലക്ഷണം, ഇതിനെ മൊത്തം വിളിക്കുന്ന പേരാണ് കിനിസിക്സ് എന്ന് പറയാം. കിനിസിക്സ് മലയാളം എന്താ? ചലനാത്മകത. ചലനാത്മകത എന്നാണ് കൈനറ്റിക് എനർജി കിനിസിക്സ്. അപ്പൊ what do you mean by kinesics? Kinesics means it's an emblem or illustration. മലയാളത്തിൽ ചലനാത്മകത പറഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷ് വിൽ ബി, ഒരു ചെറിയ വാക്കാണ്, പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ വളരെ ബ്രീഫാണ്. സോ കിനിസിക്സ് മീൻസ് ഇറ്റ് ഇസ് ഡിഫറെന്റ് എംബ്ലംസ്, സൈൻസ്, illustration, display and adapters, regulations, etc. used in speech. മനസ്സിലായില്ലേ? പറയുമ്പോൾ kinesics means the different emblems, signs, and also different illustrations, and also
ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസ്പ്ലേ. ഇന്നിപ്പോ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പേ കുറച്ച് 10 മിനിറ്റ് മുന്നേ വീട്ടിലേക്ക് വേണ്ടുന്നതായ ചില ഗ്രോസറീസ് ലൈക്ക് പർച്ചേസിങ്ങിന് പോകുന്നത്. ആ പർച്ചേസിങ്ങിന് പോണ സമയത്ത് അവിടെ ഒരു മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ആൻഡ് റീസെന്റ് എ ഹെവി റഷ്, ഭയങ്കര റഷാണ് ഇൻ ദാറ്റ് ഷോപ്പ്. വൈ ഇറ്റ് ഈസ് സോ ഡിസ്പ്ലേ. അവര് പ്രദർശിപ്പിക്കുന്ന ആ സാധനങ്ങളുടെ ആ കടയിലുള്ള പ്രദർശനാത്മകത കണ്ടിട്ട് നമ്മൾ വേണ്ടാത്ത സാധനം കൂടി വാങ്ങും. അതൊരു ബോഡി ലാംഗ്വേജ് അല്ലേ? സോറി, അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു വലിയ കടയിൽ കയറി ചെന്നാൽ പലവിധ സാധനങ്ങൾ നിരത്തി വെക്കുന്നത് കണ്ടാൽ തന്നെ ആ നിരത്തി വെക്കൽ നിങ്ങൾ പറയും ഇത് എടുത്തോളൂ. We are forced or compelled by just display. അപ്പൊ ഡിസ്പ്ലേ ഈസ് one method of non-verbal communication. ഒന്ന് എഴുതിക്കോ. ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് വടിയും ബൈ കിനിസ്റ്റിക്സ്. അത് നിങ്ങൾ ടച്ചില്ല. കിനിസ്റ്റിക്സ് വാട്ട് ഈസ് കിനിസ്റ്റിക്സ്? എഴുതുന്നുണ്ടോ? ഹലോ, കിനിസ്റ്റിക്സ്. വാട്ട് ഈസ് കിനിസ്റ്റിക്സ്? Right. Kinesics refer to the different emblems, illustrations, illustration, ILLUSTRATION, illustrations, display, adapters, ADAPTOs, adapters, and regulations. Okay. അപ്പോൾ ഓവർ. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് അടുത്ത് വരുന്ന ഓരോ ടോപ്പിക്കും. ഏതിന്റെ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ. ഹലോ, വെർബൽ അല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോൺ വെർബൽ എന്ന് പറയുമ്പോ എന്തുപയോഗിക്കാൻ പാടില്ല? കഥകളി കണ്ടില്ലേ? കഥകളിയില് നവമുദ്രകള് അല്ലേ, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പ്രകടീകരിക്കുന്ന ചേഷ്ടകൾ അറിയാൻ, അത് റീഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കഥകളി ആസ്വദിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അവര് കണ്ണുകൊണ്ട് അല്ലേ. നവരസങ്ങള് 9 രസങ്ങളുണ്ട് അല്ലേ? ഡാൻസ് അഭ്യസിച്ചവർക്ക് അറിയാം. ആരെങ്കിലും ഡാൻസ് ശാസ്ത്രീയമായി പഠിച്ചവരുണ്ടോ ഈ കൂട്ടത്തില്? നീ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പഠിച്ചു. ഭരതനാട്യ, കുച്ചിപ്പുടി ഇതൊക്കെ പഠിച്ചവരില്ല. നോ, അപ്പം നാട്യശാസ്ത്രങ്ങൾ ഭരതമുനി ചിട്ടപ്പെടുത്തിയതാണ്. പണ്ടത്തെ ഒരു മുനിയാണ്, ഒരു ഋഷിയാണ്. Years and years back, that Bharata Muni designed that a particular dance system is preferred in India as a Bharatanatyam, classical dance, not like it's a classical music also there. So all classic language is to be enjoyed, is to be understood by using non-verbal language. Non-verbal language അറിയുന്നവർക്കാണ് കഥകളി. ഇപ്പൊ വള്ളത്തോൾ നഗരിയിൽ പോയാൽ
നമുക്കത് പഠിക്കേണ്ടവർക്ക് ആദ്യം പഠിപ്പിക്കുക നോൺ വെർബലാണ്, വെർബൽ അല്ല. നവരസങ്ങളും നവമുദ്രകളും ഒക്കെ പഠിപ്പിക്കുന്നത് 9 ഫോം. നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ കാട്ടിയാല് എന്താ, നമുക്ക് ഇങ്ങനെ വിരല് ഇങ്ങനെ കാട്ടണേ ഉള്ളൂ. വി കാൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു ഡാൻസറോ ഒരാള് കണ്ടില്ലേ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ കാണിക്കും. അത് അതിന്റെ മുദ്ര അറിയുന്നവർക്ക് അറിയും, ആ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്നത് എന്താ, താമരപ്പൂ വിടരുകയാണ്. അല്ലാത്തവർക്ക് വിരലിങ്ങനെ ആ ചങ്ങായി എന്തോ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈ ഭരതമുനി നാട്യശാസ്ത്രം ചിട്ടപ്പെടുത്തിയപ്പോൾ പറഞ്ഞ യഥോഭാവ തദമനഹ തദോമനഹ അങ്ങനെ പറയുന്നില്ലേ? എവിടല്ലേ നിങ്ങൾ അത് കേട്ടില്ലേ? അപ്പം ഈ യഥോ ഹസ്ത, കൈ എവിടെയാണോ അവിടെ ആയിരിക്കണം നോട്ടം, എവിടെയാണോ നോട്ടം അവിടെ ആയിരിക്കണം ഭാവം. അപ്പൊ അവിടെയൊക്കെ ഈ ഭാവങ്ങള് വന്നാലേ ആ സാഹിത്യ സൃഷ്ടി ജനിക്കുള്ളൂ. അപ്പോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ സ്വത്വത്തില് കിനസിക്സ് എന്ന് പറയുന്നത്. ചലനാത്മകത, ചലിക്കുന്ന അംഗോപാംഗങ്ങൾ ചലിക്കുന്നതിലൂടെ കലകളെ മനസ്സിലാക്കുന്നു, സംഭാഷണത്തെ മനസ്സിലാക്കുന്നത്. രാമരാവണ യുദ്ധത്തിലൊക്കെ ഈ കഥകളിക്കാരിങ്ങനെ പ്രകടിപ്പിക്കുന്നത് അതൊന്നും ആർക്കൊന്നും പഠിക്ക് പോയിട്ട് കേട്ടുമ്പോ എന്താണ് ആ കല. അതാണ് വിദേശീയരൊക്കെ ഇവിടെ വന്നിട്ട് അതിലേക്ക് വന്നത്. കാരണം ഞാൻ ടൈം എടുത്തതൊക്കെ ആസ്വദിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പൊ സമയമില്ലാന്നുള്ളതാണ്, ചെറിയ ബിസിയാണ്. മറ്റത് എല്ലാം നമ്മള് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, എവരിത്തിങ്. അപ്പോ ഈ രാവണനൊക്കെ ഈ വാളൊക്കെ ഇങ്ങനെ മൂർച്ച കൂട്ടുന്നൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കാണിക്കുന്നത് കാണും, മുദ്ര കൊണ്ട് മാത്രം. പക്ഷെ അത് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കണം. ഓക്കെ, വിട്ടേക്കും. അപ്പൊ നമ്മളിവിടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഒരാളുടെ ഭാവം, ഒരാളുടെ പോസ്റ്റർ, ഒരാളുടെ മുഖഭാവം, ഒരാളുടെ ഗസ്റ്റർ, ഒരാളുടെ ഐ കോണ്ടാക്ട്, നിങ്ങളുടെ സ്പേസ് ഡിസിഷൻ, ഇത്രയാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് പേഴ്സണൽ അപ്പിയറൻസ്. വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന വ്യത്യസ്ത, നിങ്ങളുടെ ഗോത്ര ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ച് ടെസ്റ്റ് കൂടെ പോയിട്ട് എക്സ്പ്ലനേഷൻ പോകാം. നോക്കൂ, പേഴ്സണൽ അപ്പിയറൻസ് ചിലപ്പോൾ പാരഗ്രാഫ് തന്നെ ചോദിക്കും, സമയം ഓവറായി. നോക്കൂ, ഈവൻ ബിഫോർ ദ സ്പീക്കർ അട്ടേഴ്സ് എ സിംഗിൾ വേർഡ്, ഒരു സംസാരകൻ ഒറ്റ വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പേ തന്നെ ഓഡിയൻസ്, ശ്രോതാക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും an opinion, അഭിപ്രായം about the person, ആ വ്യക്തിയെ കുറിച്ച് by merely just seeing him, അവരെ കേവലം കണ്ടുകൊണ്ട് മാത്രം, അയാളെ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ചില കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടും. ദിസ് ഇസ് ബിക്കോസ്, ഇതിന്റെ കാരണം ഓഫ് ദ ഇമ്പാക്ട്, ആ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെട്ടുള്ളത് ഓൺ ദ ഓഡിയൻസ്, ശ്രോതാക്കളുടെ മുമ്പാകെ ബൈ ദ പേഴ്സണൽ അപ്പിയറൻസ്, അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായിരിക്കുന്ന പ്രത്യക്ഷപ്പെടലാണ് ഓഫ് ദ സ്പീക്കറിന്റെ. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഓഡിയൻസ്, ശ്രോതാക്കളുടെ മനോഭാവം ടുവേർഡ്സ് ദ സ്പീക്കർ, സംസാരകനോടുള്ളത്, ജനറലി സാധാരണ ഡിപ്പെൻഡ്സ്, ആശ്രയിക്കുന്നു അപ്പോൺ ദ വേ, ആ രീതി, ഇൻ വിച്ച് അതില് ഹി ഓർ ഷീ, ഒരു അവനോ ഒരു അവളോ ഡ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ വെരി ഷാബിലി ഓർ ഗാരിഷ്യലി ഡ്രസ്ഡ് പേഴ്സൺ, വൃത്തിഹീനമായിട്ടും അസന്തോഷകരമായിട്ടും വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, പേഴ്സണിനെ വെച്ചേക്കാം ദ ഓഡിയൻസ്, ശ്രോതാക്കൾ മുമ്പിൽ, ഇൻ ടു എ റെസിസ്റ്റന്റ്, ഒരു ഛർദ്ദിക്കാൻ വരുന്ന രീതിയിലുള്ള അൺറിസെപ്റ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അസ്വീകാര്യമായ മനോഭാവം സൃഷ്ടിച്ചേക്കാം. സോ വി ആർ അക്കസ്റ്റം ടു സർട്ടൻ എസ്റ്റാബ്ലിഷ്ഡ്, അതുകൊണ്ട് ചില സ്ഥാപിത വസ്ത്രരീതി നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നു, ഡ്രസ് കോഡ്, ഇൻ വാരിയസ് കമ്മ്യൂണിക്കേഷൻ, പല ആശയവിനിമയത്തിലും, സിറ്റുവേഷനിലും, ലൈക്ക് ഇന്റർവ്യൂയിലും, മീറ്റിംഗിലും, കോൺവൊക്കേഷനിലാണെങ്കിലും, പാർട്ടീസിലായാലും. മനസ്സിലായോ? എന്താ മനസ്സിലായത്? മനസ്സിലാവില്ല എന്ന് മനസ്സിലായി അല്ലേ? പണ്ട് രണ്ടാൾക്കാര്
അവാർഡ് സിനിമ കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അവാർഡ് സിനിമ കാണണമെങ്കിൽ ഇതേപോലെ തലയിൽ എന്തെങ്കിലും കുറച്ച് ബുദ്ധിയൊക്കെ വേണമല്ലോ. അപ്പൊ രണ്ട് വ്യക്തികള് അവാർഡ് സിനിമ ഇങ്ങനെ നിന്ന് കണ്ടു, കൊട്ടാവി ഇട്ടു. ഇവിടെ തന്നെ ചില ക്ലാസ്സിൽ കൊട്ടാവി ഇട്ടിരിക്കുന്നവരുണ്ടല്ലോ അല്ലെ. അപ്പൊ കാരണം ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കൊട്ടാവിയൊക്കെ വരിക അല്ലെ. അപ്പൊ രണ്ടാളും മിഴിച്ചിങ്ങനെ ഇരുന്നു. അപ്പൊ സിനിമ വിട്ട് പിന്നെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരാൾ മറ്റൊരാളോട് പറയാ, എന്ത് എടോ ഇന്റർവെല് വരെ എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ. എന്ത് അവാർഡ് സിനിമ. അപ്പൊ മറ്റേ ചങ്ങാതി ചോദിക്കുക, ഓഹോ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായടാ. എനിക്ക് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ മറ്റൊന്നാ പറഞ്ഞു, ആടാ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇനി അവിടുന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്ന്. എന്ത് അവിടുന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇതിൽ പറഞ്ഞ എക്സ്പ്ലനേഷനൊക്കെ. ഇനി ആദ്യം പേഴ്സണൽ അപ്പിയറൻസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പം ഒരു വ്യക്തിയുടെ അപ്പിയറൻസ്, എന്താ അപ്പിയറൻസ് എന്നാ? മതയാന വരുന്നത് കണ്ടുണ്ടോ? അല്ലെങ്കിൽ കൊമ്പനാന വരുന്നത് കണ്ടുണ്ടോ? നല്ലൊരു കൊമ്പനാന, നല്ല നീണ്ട കൊമ്പ് ഇങ്ങനെ വെച്ച് തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ വരണ വരവില്ല അപ്പിയറൻസ്. കൊമ്പനാന ഇങ്ങനെ വരുന്നതൊന്ന് നോക്കുക. അയ്യോ സാറേ അത് മാത്രം സമയമില്ല, അത് സമയമില്ലല്ലേ. അപ്പൊ ഈ ഇല്ലേ ഒരു സിംഹരാജാവ് ഇല്ലേ കാട്ടിലെ സിംഹം, പ്രൗഢഗംഭീരമായിട്ട് ഇങ്ങനെ വരുന്ന ഭാവം ഉണ്ടല്ലോ, അപ്പിയറൻസ് കണ്ടുണ്ടോ? അതും ഇല്ല അല്ലെ, കണ്ടില്ല. ഒരു പ്രൗഢഗംഭീരമായ രാജാവ് രാജധാനിയിലേക്ക് ആ കിരീടൊക്കെ വെച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്ന അപ്പിയറൻസ് ഉണ്ടല്ല, കണ്ടുണ്ടോ? അതിന് യോഗം ഉണ്ടായില്ല. ഒരു പ്രൗഢ അല്ലെങ്കിൽ അപാരമായ എലിഗൻസും ഉള്ള ഒരു രാജ്ഞി കൊട്ടാരത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടുണ്ടോ? അതൊന്നും കണ്ടുണ്ടാവില്ല അല്ലെ. ഇതൊക്കെ അപ്പിയറൻസ് ആണ്. ഞാൻ പേഴ്സണൽ അപ്പിയറൻസ് പറഞ്ഞോട്ടാണ് ഈ പറയുന്നത്. വ്യക്തിഗത പ്രത്യക്ഷപ്പെടല് നടക്കണുണ്ട്. ഭാര്യ വരുന്ന കണ്ടുണ്ടോ? അയ്യോ അത് എന്തും കാണുന്നുള്ളൂ അല്ലേ. വരവ് കാണുമ്പോ തന്നെ ഒന്നും രണ്ടും ഒക്കെ പോകും. ഭർത്താവ് വരുന്ന കണ്ടുണ്ടോ? പറയും വേണ്ട. ഓ എന്താ ഇവിടെ ഇരിക്കുന്നവരെ ചിലരൊക്കെ വേവും ചൂടൊക്കെ തന്നെ ചിലപ്പോ അങ്ങനെ എന്താ ഒരു എനിക്ക് ചായ കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ ജലഭോഗിയാവും അല്ലേ. അപ്പൊ അവിടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ അപ്പൊ ഈ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഭാവപ്പകർച്ച അതാണ് പേഴ്സണൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഏതും ആവാം, മൃഗങ്ങളുടെ ആവാം, മനുഷ്യന്റെ ആവാം, വ്യക്തിയുടെ ആവാം, അതൊക്കെ പേഴ്സണൽ അപ്പിയറൻസിൽ വരും. ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് ഒരു സ്റ്റേജിലേക്കാണ്. ഒരു ഓഡിയൻസ് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, കുറെ ഓഡിയൻസ് ഉണ്ട്, പ്രേക്ഷകര്, ശ്രോതാക്കള് ഇരിക്കുന്നു. ആ ശ്രോതാക്കളുടെ അടുത്തേക്ക് ഒരാൾ വരുന്ന വരവ് അമ്പോ അപ്പുറം ഇപ്പുറം ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അയാൾ ആ സ്റ്റേജിലേക്ക് വരുന്ന വരവ്, അയാൾ നിൽക്കുന്ന നിൽപ്പ്, അതൊക്കെ തീരുമാനിക്കും ഓഡിയൻസിന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. ബിഫോർ ദ സ്പീക്കർ utters a single word. മുഖ്യ സംസാരകൻ ഒരൊറ്റ വാക്കുകൂടി പറയണ്ട, അയാളുടെ വരുന്ന വരവിന്റെ ഭാവപ്രകടിച്ചാണ്. ഏത് എണീറ്റ് നിൽക്കാത്ത ആളും എണീറ്റ് നിൽക്കും. കോടതിയിലെ മജിസ്ട്രേറ്റ്, ജഡ്ജി ആ മേലങ്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോടതിക്ക് ഇങ്ങോട്ട് വരുന്ന വരവ് കണ്ടാല് ഏത് സീറ്റ് പൊന്തിക്കാത്ത ആളും പൊന്തിക്കും, പൊന്തിച്ചിരിക്കും, അല്ലെങ്കിൽ കോടതി അലക്ഷ്യമാവും, ഫൈനടിക്കും. അത് വ്യത്യസ്ത സ്റ്റേജാണ്. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരാൾ കയറി വരുന്ന ഭാവം, ഇതിപ്പോ നിങ്ങളെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇത് ടി വി എല്ലാവരും നല്ല കാണുന്നുണ്ടാവുമല്ലോ. ടി വിയിൽ ചില അവതാരികമാരൊക്കെ വരുന്ന വരവ് കണ്ടില്ലേ? അത് കണ്ടുണ്ട് അപ്പിയറൻസ് അല്ലേ. ചിലപ്പോ തുണി അങ്ങനെ ഇട്ടിട്ടാവാം, ഇങ്ങനെ ഇട്ടിട്ടാവാം, പല രീതിയിലാവാം. ആ അപ്പിയറൻസ് കണ്ടിട്ട് നാളെ അതേപോലെ എനിക്കും അപ്പിയറൻസ് ആയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് കുറെ പേര് അല്ലേ.
ആ രീതിയിൽ ഗോഷ്ഠികൾ കാണിച്ച് സംസാരിക്കുന്നവരുണ്ട് കുറെ പേര്. ഇതൊക്കെ പേഴ്സണൽ അപ്പിയറൻസിൽ വരും. 5 മിനിറ്റ് കഴിഞ്ഞത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ സമയമില്ല. ഏതായാലും പേഴ്സണൽ അപ്പിയറൻസ് ജസ്റ്റ് തുടങ്ങിയെന്ന് പറയാം. അവിടെ നമുക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സണൽ അപ്പിയറൻസ്. കാരണം നമ്മൾ ഈ ക്ലാസ് അല്ല, മറ്റ് പല പ്ലാറ്റ്ഫോമിലേക്കും ഈ ക്ലാസ് എടുക്കാൻ വിളിക്കാറുണ്ടല്ലോ. ഈ എന്താ പറയുക, കൗൺസിലിംഗ് ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനത്തെയൊക്കെ. ചില ആരാധനാലയങ്ങൾ പ്രഭാഷണം നടത്താൻ വിളിക്കാറുണ്ട്. ഭഗവത്ഗീത അതുമൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുകൊണ്ട് എല്ലായിടത്തും മാർക്കറ്റാണ്. അപ്പം അമ്പലത്തിലൊക്കെ ചിലപ്പോൾ പ്രഭാഷണത്തിനൊക്കെ വിളിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഈ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം അല്ലാതെ നോൺ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് ഈ അമ്പലങ്ങളിലും അതുപോലെ പള്ളിയിലും പോയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മൾ കയറി ചെല്ലുമ്പോ ഞാൻ ഓരോ സിറ്റുവേഷൻ നോക്കിയിട്ടുള്ള വസ്ത്രധാരണങ്ങളൊക്കെയാണ് ഇടാറ്. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തെ മാനിച്ച് അമ്പല ഡ്രസ്സ് ഇടും, പള്ളിയിൽ പോകുമ്പോൾ പള്ളിയെ മാനിച്ച് പള്ളിയെ ഡ്രസ്സ് മാനിക്കും. കോളേജിൽ കയറി ചെല്ലുമ്പോൾ നല്ല പാൻറ്റൊക്കെ ഇട്ട് ടിപ് ടോപ്പിൽ അങ്ങനെ ചെല്ലും. അപ്പോൾ അതിനെയാണ്. അപ്പം ഈ വേദിയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന അപ്പിയറൻസ് കയറി ചെല്ലുമ്പോ എനിക്ക് ഏറ്റവും അനുഭവം ഉണ്ടായിട്ടില്ല. ഈ ചില ഈ അമ്പലങ്ങളിലോ കയറി വരുമ്പോ എന്താ, ചിലപ്പോ ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലല്ല എങ്കിൽ പുറത്താണെങ്കിൽ ചിലപ്പോ പാൻറ്റും കോട്ടിട്ടൊക്കെ ആയിരിക്കും ചെല്ലുക, ഏതെങ്കിലും വിഷയങ്ങളാവും. അങ്ങനെ ചെല്ലുമ്പോ അവിടെയുള്ള ആൾക്കാര് എന്ത്, ഓ ഇവനപ്പോ ഇവനാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്, അല്ല ഇവനാ പ്രഭാഷണം എടുക്കാൻ വരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ സാമ്യാരൊക്കെ കൂടിയൊക്കെ ഇട്ട് വലിച്ചിട്ട് അങ്ങനെയൊക്കെ വരിക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നവരുണ്ടാവും അവിടെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ ഓഡിയൻസ് പറയുന്നു, ഓഡിയൻസിൽ ഇങ്ങനെ നോക്കുമ്പോ അവർ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, അവർ പറയൊന്നും വേണ്ട, ഈ ചങ്ങാതി അല്ലെ. അങ്ങനെയാണല്ലോ ആധ്യാത്മികത കേൾക്കുമ്പോ നമ്മൾ ആ വേഷമൊക്കെ ഇട്ട് പോയാലേ മാർക്കറ്റ് ഉള്ളൂ എന്നൊക്കെയാണ് ചില ആളുടെ ധാരണ. പക്ഷെ ഉള്ളിൽ എന്തുണ്ടെന്ന് നോക്കൂല. അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ കയറി സ്റ്റേജ് മൈക്കൊക്കെ ഓൺ ചെയ്ത് നമ്മൾ 2 ശ്ലോകമൊക്കെ ചൊല്ലി അങ്ങോട്ട് ക്ലാസ് അങ്ങ് തുടങ്ങും. കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ എല്ലാരും കൈകൂപ്പോ. എന്താ അങ്ങോട്ട് ചെല്ലുമ്പോ ഇല്ലാത്ത ആ റെസ്പെക്ട് ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കാണാം എന്ത്, ഐ ഗോട്ട് മെനി എക്സ്പീരിയൻസ് ഓഫ് ലൈക്ക് ദാറ്റ്. ഒരാളുടെ നോളജ് അയാളുടെ അപ്പിയറൻസിലൂടെ ജഡ്ജ് ചെയ്യുന്നവരുണ്ട്. എന്താ, അതുകൊണ്ടാണ് കുട്ടികളെ പറയുന്നത് നമ്മൾ ഓരോ വേദിക്ക് അനുസരിച്ച് വേഷം കെട്ടണം. എന്തിനാണ്? പേഴ്സണൽ അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യാണ്, വ്യക്തിഗത അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ വ്യക്തിഗത അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്താൽ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് മീ ആൻഡ് ഹിയർ ടു കൺക്ലൂഡ് മൈ സ്പീച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുന്ന കുറച്ച് ഭാഗങ്ങള് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. ഇഫ് യു കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ഐ വിൽ ഗിവ് യു എനി ഡിസ്കഷൻ. Good night.